ചേട്ടാ ഒരു പരിധി വരെ നമ്മുടെ ഇലക്ഷൻ സമയങ്ങളിലൊക്കെ CPM അവരുടെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മറച്ചു വെച്ചത് അല്ലെങ്കിൽ ഒന്ന് പുകമറയിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മുന്നോട്ടിട്ടുകൊണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അങ്ങ് കത്തിക്കേറിയപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയും CPM ചെയ്ത പല പോക്കത്തരങ്ങളും ജനങ്ങൾ മറക്കുമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് മറ്റേതിനൊന്ന് പതുക്കെ പുറകോട്ട് അവർ വലിച്ചു. ഈ പറയുന്ന ഷാനി പ്രഭാകരൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ചർച്ചയിൽ പോലും ഷാനി രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ചർച്ചയിൽ ആളെ വിളിച്ചപ്പോൾ ഈ CPMൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഷാനിക്ക് കിട്ടിയ മറുപടി അല്ലെങ്കിൽ അവിടെ ചാനലിൽ കിട്ടിയ മറുപടി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് ആളെ വിടില്ല എന്ന് അവർ പറഞ്ഞത്. അപ്പം അത്രയും നിർബന്ധപൂർവമായിട്ട് ചാനലുകൾ എന്തെങ്കിലും ചർച്ച ചെയ്യണം എന്ന് വരെ തീരുമാനിച്ചുകൊണ്ടാണ് അതെ അങ്ങനെ പോലും തീരുമാനിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അവർക്കൊരു വടി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ആയുധം തന്നെയായിരുന്നു ഒരു പരിധി വരെ പല കാര്യങ്ങളിൽ നിന്നും ഒന്ന് മറച്ചു വെക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ കേസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് മുൻകൂർ ജാമ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ 7-ാം തീയതിയിലേക്കാണ്, ജനുവരി 7-ാം തീയതിയിലേക്കാണ് വീണ്ടും അത് വെച്ചിരിക്കുന്നത്, കേസ് വെച്ചിരിക്കുന്നത്. S. രാജീവ് സാറാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നത്. ജനുവരി 7-ാം തീയതിയിലേക്ക് ആ കേസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 7-ാം തീയതിയും ഈ കേസ് ഒന്നും ആകുമെന്ന് തോന്നുന്നില്ല. വീണ്ടും നീട്ടിവെക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ ഇട്ട് വലിപ്പിക്കാനും തന്നെ ആയിരിക്കും തീരുമാനം. ഒരുപക്ഷെ ഈ കേസിലെ ജാമ്യം ഇല്ലാണ്ടായാലും രാഹുൽ ഒന്ന് അകത്ത് പോയി ഒരു 14 ദിവസത്തെ റിമാൻഡും കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ് അങ്ങോട്ട് ആറിപ്പോകും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ വെക്കില്ല. ഇവരുടെ ഈ തുറുപ്പ് ചീട്ട് അവർ നീട്ടിക്കൊണ്ട് തന്നെ പോകും. പക്ഷേ അതെ, എന്തായാലും ഇലക്ഷൻ വരെയെങ്കിലും നീട്ടിക്കൊണ്ട് പോകാൻ അവർക്ക് പറ്റും. ഇലക്ഷൻ വരെ ഇവർക്ക് ആയുധമായിട്ട് ഉയർത്തി കാണിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഉയർത്തി കാണിക്കാനായിട്ട് ആകെയുള്ളൊരു വിഷയം ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു വിഷയമല്ല അത് എന്നും മനസാക്ഷിയുള്ളവർക്ക് അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി തുടങ്ങിയെങ്കിൽ പോലും അവർക്ക് ഉയർത്തി കാട്ടാനുള്ള ഒരേ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ 7-ാം തീയതി കൊണ്ടും ഇതൊന്നും നിർത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ജനുവരി 7-ന് രാഹുലിനെ പൂട്ടും എന്നുള്ള തരത്തിൽ CPMൻ്റെ സഖാക്കളുടെ ഇടയിൽ നിന്നും ചില പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത്. രാഹുലിന്റെ കേസ് മാത്രമല്ല ഐശ്വര്യ, ഇനിയിപ്പോൾ നമ്മുടെ കൊടകര കുഴൽപ്പണ കേസ് തുടങ്ങി, സുരേന്ദ്രൻ്റെ ചില കേസുകളൊക്കെ ഉണ്ട്. സുരേന്ദ്രൻ്റെയും BJPയുടെ ഒക്കെ ചില കേസുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ടേബിളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിൽ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓലപ്പാമ്പ് കാണിക്കുന്ന പോലെ അതുമൊക്കെ വരും. അല്ല, BJPക്കെതിരെ വലിയ കാര്യമായിട്ട് അനങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, വരും, എന്നാലും കാണിക്കണമല്ലോ. ചെറുതായിട്ടൊന്നും ഓലപ്പാമ്പൊക്കെ പൊക്കുമായിരിക്കും. പക്ഷെ നന്നായിട്ടൊന്നും പൊക്കി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് മോദി എന്ന് പറഞ്ഞതുപോലെ, കൊച്ചിയിൽ വെച്ച് മോദി പറഞ്ഞതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവരുടെ ഓഫീസൊക്കെ എനിക്ക് അറിയാമെന്ന് മോദി പറഞ്ഞതുപോലെ അങ്ങനത്തെ ചില കാര്യങ്ങൾ തിരിച്ചും പൊക്കാനായിട്ട് അവരുടെ കയ്യിലും കൊടിയും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി കാണിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടു കൂട്ടരും ഒന്നും ചെയ്യുന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല. BJP അവിടെ നിന്ന് പൊക്കും, ഇവിടെ നിന്ന് CPM ഒന്ന് പൊക്കും. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിക്കലിനപ്പുറത്തേക്ക്, ജനങ്ങളെ പൊട്ടന്മാരാക്കണതിനപ്പുറത്തേക്ക് ഈ കേസൊന്നും മുന്നോട്ട് പോകുന്നു തോന്നണില്ല. ഇതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത്യാവശ്യം ഒന്ന് നീട്ടിക്കൊണ്ട് പോകാൻ ഈ രണ്ടു കൂട്ടർക്കും കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും. അപ്പോൾ 7-ാം തീയതി രാഹുൽ അകത്തേക്ക് എന്ന് പറഞ്ഞ ഹാഷ്ടാഗുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, ജനുവരി 7-ന് രാഹുലിന്റെ കട്ടയും പടവും അടങ്ങും എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ ഈ കേസിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ ചേട്ടന് തോന്നുന്നത്? അല്ല, ഇത് തിരുവനന്തപുരത്ത് അവിടുത്തെ പ്രത്യേക കോടതിയല്ലേ അദ്ദേഹത്തിന് ഒരു കേസിൽ ജാമ്യം, ഇപ്പോഴെല്ലാം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞ ഇതിലേ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതീയ നിയമസംഹിത അനുസരിച്ച് 2ാമത്തെ കേസിലും അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കേസ് 2ാമത് വന്നതെന്നും ഇവിടുന്ന് മൊഴിയെടുക്കാനായി IPS ഉദ്യോഗസ്ഥ ഒരു ലേഡിയാണോ പോലീസ് ഓഫീസറാണ് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് അത് നിർബന്ധപൂർവ്വം എടുത്തതാണോ എന്നൊക്കെയുള്ള രീതിയിൽ പ്രതിഭാഗത്തിന് വാദിക്കാനുള്ള അവസരം ഉണ്ടാവും. പക്ഷേ പ്രോസിക്യൂഷൻ്റെ വാദം ഈ 2ാമത്തെ കേസിൽ എത്ര കണ്ട് ബലപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഇരിക്കും. കാര്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പ്രതിഭാഗം മാങ്കൂട്ടം വാദിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ കേസ് അങ്ങനെ കണ്ട് പെട്ടെന്ന് കഴിയില്ല, അദ്ദേഹത്തിന് ജാമ്യമൊക്കെ കിട്ടും. പക്ഷേ ഇത് നീട്ടി പോകാനാണ് സാധ്യത. അത് ഈ പറയുന്ന പോലെ ഈ ഭരണം തീരുന്നവരെ, ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ ഇവർക്കൊരു പിടിവള്ളി എന്ന് പറയുന്ന ആ ഒറ്റ പേരിലും ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാര്യം CPMൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ സ്ത്രീ വിഷയ കഥകളാണ് അവരെപ്പോഴും ഒരു നേതാവിനെ പ്രതിക്കൂട്ടിലാക്കാനും അവർക്കെതിരെ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാനും. അത് ഇപ്പോഴൊന്നല്ല. എൻ്റെ അറിവിൽ എന്നോട് എൻ്റെയൊക്കെ നമ്മുടെയൊക്കെ തലമുതിർന്ന രാഷ്ട്രീയം അറിയാവുന്നവർ പറഞ്ഞിട്ടുള്ള 1970കളിൽ കോൺഗ്രസ്സിലെ വലിയ അന്നത്തെ വയലാർ രവി, AK ആൻ്റണി, VM സുധീരൻ, അങ്ങനെ തുടങ്ങി അന്നത്തെ യുവ നേതാക്കൾ പൊങ്ങി വരുന്ന സമയം CPM ഇതുപോലെ വല്ലാതെ ഭയപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്കെതിരെ പെൺവിഷയ കഥകളിലേക്കൊക്കെ പോയൊരു അനുഭവമാണ്. അതുപോലെ സ്വന്തം പാർട്ടിക്കകത്തുള്ളവർക്ക് സ്ത്രീ വിഷയ കഥ ഉണ്ടാക്കാൻ മടിയില്ലാത്തവരാണ് CPM എന്ന് പറയുന്ന പാർട്ടി. CPM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് ഒരു നിഗൂഢതയുടെ പാർട്ടിയാണ്. സ്ത്രീ വിഷയങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അരമനയ്ക്കുള്ളിലിരിക്കുന്ന മരുമകന് മുതലിങ്ങനെ തുടങ്ങേണ്ടി വരും. അല്ല, അതാണ് പറഞ്ഞത്, നിഗൂഢതയാണ്. അവർ ഇപ്പം നമ്മൾ പല കേസുകളും നമ്മൾ പറഞ്ഞു, കുഞ്ഞനന്തൻ്റെ മരണം,
എങ്ങനെയാണ് കുഞ്ഞനന്തൻ മരിച്ചത്? അതൊക്കെ തന്നെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കുഞ്ഞനന്തൻ എങ്ങനെ മരിച്ചു, കുഞ്ഞനന്തന് നിരവധി തെളിവുകൾ പറയാനുണ്ടായിരുന്നു. ഈ പാർട്ടിയെ സംബന്ധിച്ച് നിരവധി രഹസ്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കാര്യം ഈ പാർട്ടി ഒരു വിദേശ പാർട്ടിയാണ്, വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ ഇന്ത്യയിൽ വന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അവിടെ റഷ്യയിലും എങ്ങനെയാണ് അവരുടെ ഓരോരോ നേതാക്കൾ മരണപ്പെട്ടിട്ടുള്ളത്? അത് നമ്മൾ ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. സ്ലോ പോയിസൺ വരെ കൊടുത്ത് പല നേതാക്കളെ അവർ കൊന്നിട്ടുണ്ട് റഷ്യയിലൊക്കെ. അതുപോലെ ഇവിടെയും ഈ പറയുന്ന ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ അവർക്ക് ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഗോപി കോട്ടമുറിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു നേതാവ് CITU അല്ല VS പക്ഷക്കാരനായ ഒരു നേതാവിനെ ഒതുക്കാനായി ഇവിടെ ലെനിൻ സെൻറ്ററിനകത്ത് ഒളിക്യാമറ വെച്ച പാർട്ടിയാണ് ഈ പാർട്ടി. അത് അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയാണ് അവർ തമ്മിൽ അടുത്തതോ അങ്ങനെ എന്തോ ഒരു സ്ത്രീയും പുരുഷനും ഗോപി കോട്ടമുറിക്കലും അന്ന് ഏതോ ഒരു വനിതാ നേതാവുമായി അടുപ്പം ഉണ്ടായിരുന്നു. അതിനെ കാരണമാക്കി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ് CPM-കാർ. അപ്പോൾ അങ്ങനെ സ്വന്തം പാർട്ടിക്കകത്ത് PK ശശി എന്ന് പറയുന്ന പാലക്കാടുകാരനായ ഒരു നേതാവിനെ അവർ കുരുക്കിയതാണ്. ഇപ്പോൾ P ശശിയുടെ ഇത് വന്നപ്പോൾ P ശശിയെ കുറ്റവിമുക്തനാക്കി വീണ്ടും കൊണ്ട് ഇരുത്തിയതാരാണ്? അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നമുക്ക് പിടികിട്ടത്തേയില്ല. CPM ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഹിന്ദു സമുദായത്തിലെ ഭൂരിപക്ഷ വോട്ട് കൊണ്ടാണ്. ആ ഭൂരിപക്ഷ വോട്ട് BJP-യിലേക്ക് പോയി തുടങ്ങി. അല്ല, ഇവർക്ക് പെൺവിഷയങ്ങൾ ഇവർക്കും പുത്തരി ആവില്ലല്ലോ കേട്ടോ. പ്രത്യേകിച്ച് അവരുടെ സഖാക്കന്മാരുടെ പെൺവിഷയങ്ങൾ അവർക്ക് തന്നെ കോടതിയുണ്ട്, അവർക്ക് തന്നെ തീവ്രത അളക്കുന്ന മെഷീനുണ്ട്, അത് അളക്കാനുള്ള വല്യമ്മമാര് സഖാത്തിമാരുണ്ട്. പക്ഷെ രാഹുൽ ബുദ്ധിയുള്ളവനാണ്. രാഹുലിന്റെ ഈ കേസ് രാഹുൽ കുറച്ചാൾ കേസ് വിചാരണയൊക്കെ നടക്കുമെങ്കിലും ആ 2 കേസൊന്നും അയാൾ ഊരി വരും. അല്ല, അയാൾ ഊരി വരാനുള്ള സാധ്യത, കാര്യം ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഭാരതീയ നിയമസംഹിതയിൽ അതിനുള്ള സാധ്യതകൾ അയാൾ ഊരി വരിക മാത്രമല്ല, അയാൾ ഇതിലും പവർഫുൾ ആയിട്ട് തന്നെ പൊളിറ്റിക്സിൽ കത്തി നിൽക്കുന്ന ഒരു സമയം നമുക്ക് കാണേണ്ടി വരും. കളങ്കിത വ്യക്തിത്വങ്ങളായിട്ട് നിരവധി പേർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ, കേരളത്തിൽ ഉയർന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. ഈ സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. ഇപ്പം നീലൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു IAS ഉദ്യോഗസ്ഥയെ എന്തോ കഴിഞ്ഞാൽ ഇപ്പോൾ അവർ സുപ്രീം കോടതി പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതല്ല, രാഷ്ട്രീയത്തിൽ അധികാരന്മാരെ നോക്കിക്കഴിഞ്ഞാൽ CPM ആണെങ്കിലും UDF ആണെങ്കിലും എല്ലാം കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരേ ഒരാളല്ലാതെ വേറെ ആർക്കും രാഷ്ട്രീയത്തിൽ ഒരു നഷ്ടങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. വേറെ ആർക്കും ഇതിന്റെ പേരിൽ വലിയ പദവികളോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഇവിടെ കിടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കുറച്ചും കൂടി ഒരു ന്യായമുള്ളതായിട്ട് തോന്നുന്നത്, രാഹുലിന്റെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തോന്നുന്നത്, ഇത് ഉഭയം കക്ഷി സമ്മതപ്രകാരമുള്ളതായിരുന്നു. സ്പെഷ്യൽ കോടതി ആയിരുന്നല്ലോ. അതെ, ഇപ്പോ ഇവിടെ കൊച്ചിയിലെ കേസ് എടുത്തതാണെങ്കിലും S രാജീവ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഇപ്പോ ഇത് പിൽസ് കൊടുത്തു എന്നുള്ളത്, അബോഷനുള്ള പിൽസ് കൊടുത്തു എന്നുള്ളതൊക്കെ കുറ്റകരമായിട്ട് അവർ പറയുന്നു. രണ്ടാമത്തെ കേസിൽ പിൽസ് ഒന്നും കൊടുത്തില്ല. ആദ്യത്തെ കേസിൽ പിൽസ് കൊടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ ആ അതിജീവിത തന്നെ പിൽസിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതും അവരുടെ ലൊക്കേഷൻ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള എക്സിബിറ്റ് ആ ഒരു തെളിവും അവരവിടെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള തെളിവുകളൊക്കെ ഇപ്പുറത്തെ സൈഡിലും ഉള്ളതുകൊണ്ട് പിന്നെ രാഹുൽ ഇപ്പോഴും ഒരു പരസ്യ പ്രതികരണം കാര്യമായിട്ട് നടത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ കേസിൻ്റെ വഴിക്ക് പോട്ടെ, എല്ലാം നിയമപരമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇതിലൊരു വലിയൊരു തിരിച്ചുവരവ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവും. എന്നാലും ജനുവരി 7-ന് രാഹുലിന്റെ കട്ടയും പടവും ഒക്കെ മടങ്ങി. ഇവരുടെ ഒന്നാമത്തെ ഏറ്റവും വലിയ വിരോധം പിണറായി വിജയനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ മിസ്റ്റർ പിണറായി എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. അതെ, മിസ്റ്റർ പിണറായി, നമ്മുടെ പാണ്ഡ്യാല ഷാജി സാറ് പറയുന്നത് പോലെ പിണറായി എന്ന് പറയുന്ന പേര് കൂട്ടി ഇദ്ദേഹത്തെ വിളിക്കാൻ, വിജയൻ എന്നുള്ളതല്ലാണ്ട് അദ്ദേഹം ഒരു സ്ഥലത്തും യൂസ് ചെയ്യാറില്ല. പിണറായി എന്ന് പറയുന്ന സ്ഥലം, പിണറായി എന്ന് പറയുന്ന സ്ഥലം ഇയാളുടെ പേര് കാരണം ചീത്തയാവരുതെന്ന് വിചാരിക്കുന്ന ഒരുപാട് ജനങ്ങൾ അവിടെയുണ്ട്. അവിടെ തന്നെ ഞാനെടുത്ത ഇന്റർവ്യൂസിലൊക്കെ രമിത്തിന്റെ അമ്മയൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും വോട്ട് ചെയ്തു അവന് തന്നെ കുത്തും, ജയിച്ചു പോട്ടെ, ഇങ്ങോട്ട് വരില്ലല്ലോ, പിന്നെ 5 വർഷക്കാലം സഹിക്കണ്ടല്ലോ എന്നാണ് അവിടുത്തെ ഓരോ ജനങ്ങളും പറയുന്നത്. അവരെ ജയിപ്പിച്ച് എങ്ങോട്ടെങ്കിലും വിട്ടാൽ മതി, അവിടുത്തെ ആൾക്കാർക്കൊന്നും മനസ്സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിൽ കാണുന്നവരാണ്. ഇവരെയൊക്കെ ഇത്രയും വെറുപ്പോടുകൂടി കാണുന്നവരാണ് കണ്ണൂരിലെ പോലും ഭൂരിഭാഗം പാവപ്പെട്ട ജനങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 7-ാം തീയതി രാഹുലിൻ്റെ കട്ടയമ്പടം മടങ്ങി തിരിച്ചു വരുന്നത് കാണാനിരിക്കുന്ന സഖാക്കളുടെ ആ ഒരു പോസ്റ്റുകളിലൊക്കെ ഇഷ്ടംപോലെ കമൻസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. രാഹുലിൻ്റെ ഇതിന് PK ശശി മുതൽ അവിടെ നിന്ന് റിയാസിൻ്റെ പഴയ കേസുകൾ വരെ തോണ്ടി പുറത്തിടുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പതുക്കെ ഈ സ്വർണ്ണക്കൊള്ള പതുക്കെ ഒന്ന് വീണ്ടും പൊങ്ങി തുടങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ പിന്നെയും എടുത്തിടും. നോക്കിക്കോ ചേട്ടൻ, അല്ലെങ്കിൽ ജനുവരി 5-ാം തീയതിയോട് കൂടിയിട്ട് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയും ഇപ്പോഴത്തെ മെയിൻ വിഷയങ്ങളൊക്കെ മാറും. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇങ്ങനത്തെ ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും മാധ്യമ ശ്രദ്ധ അതിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം.